ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് സവാള സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള സോഫ്റ്റായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ബീഫ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഇതേ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ ബീഫാണെങ്കിൽ ബീഫ്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ അത് വേവിച്ച് വെക്കണം. പിന്നെ പണി എളുപ്പത്തിൽ തീരാൻ വേണ്ടിയിട്ട് ആദ്യം കറി ഉണ്ടാക്കിയാൽ മതി. പിന്നെ ചിലർ ഇതിൽ ഫ്രൈ ചെയ്തിട്ടൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നേ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. പിന്നെ കറിയും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇത് വേവിച്ച് വെച്ചാൽ മതി. സവാള അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ നമ്മുടെ വേവിച്ച് പൊടിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അളവ് പറയാമെന്ന് വെച്ചാൽ പൊടിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് ബീഫ് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാലയൊക്കെ ബീഫിലേക്കും ബീഫിൻ്റെ ഫ്ലേവറൊക്കെ മസാലയിലേക്ക് ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിലർ ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മീറ്റൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്ലേവർ ഒരിക്കലും അതിൽ കിട്ടൂല. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആ ബ്രെഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ള ഗമ്മ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിലൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാനിപ്പം 2-3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ 4 ഭാഗവും നമുക്ക് മുറിച്ച് മാറ്റണം. മുറിച്ച് മാറ്റുന്നത് ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ സ്നാക്കിന് തന്നെ ബ്രെഡ് പൊടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ട. ഞാൻ ഈ ഒരു സൈസിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ചെറിയ ബ്രെഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കുറച്ച് വലിയ ബ്രെഡില്ലേ, അത് വെച്ചിട്ട് ഞാൻ ഒരു ബ്രെഡ് 4 പീസായിട്ട് തന്നെ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ബോക്സ് ആയിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അതും കാണിച്ചു തരാം. പിന്നെ ഇതിപ്പോൾ ഞാൻ ആദ്യത്തേത് 2 പീസായിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾ 4 പീസ് തന്നെ ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ നടുവിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതാകുമ്പോൾ കുറച്ച് കൂടുതൽ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ചെറിയ ബോക്സ് ആണെങ്കിൽ കുറച്ചേ പറ്റുള്ളൂ. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ആ ഗമ്മ് വെച്ച് കൊടുക്കാം. ആ 2 ബ്രെഡിലും സൈഡിലായിട്ട് നമുക്ക് ഗമ്മ് വെച്ച് കൊടുക്കണം. ഒന്നെടുത്തിട്ട് മറ്റേതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സാലി കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതുപോലെ കട്ട് ചെയ്യുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ചെറിയ ബോക്സ് ആയിരിക്കും അപ്പോൾ ഉണ്ടാവുക നമുക്ക്. പിന്നെ പ്രസ് ചെയ്യുമ്പോൾ ഒട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സൈഡിലോട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. വലിയ ഹോളാണെങ്കിൽ നമ്മളത് തിരിച്ച് പിടിക്കുമ്പോൾ ആ ഹോൾസിൽ നമ്മുടെ മൈദൻ്റെ പേസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇത് ബ്രെഡ് ക്രംസിലും കൂടി കവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും കെയർലെസ് ആയി വിടണ്ട. ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട്. ബ്രെഡ് പൊടി കംപ്ലീറ്റ് എടുത്തിട്ടില്ല, ആവശ്യാനുസരണം ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ആദ്യം മുട്ടയിലൊന്ന് കവർ ചെയ്തിട്ട് ബ്രെഡ് പൊടിയിലും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം.
ഇഫ്താർ വിരുന്നൊക്കെ വരാണെങ്കിൽ ആ ചെറുതുണ്ടാക്കിയാൽ മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പേര് സഹായിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ബ്രെഡ് പൊടിയിലും മുട്ടയിലൊക്കെ ഒന്ന് കവർ ചെയ്യുമ്പോൾ 2 പേരുണ്ടെങ്കിൽ സുഖമാണ്, നമുക്ക് ജോലി എളുപ്പത്തിൽ തീരും. നാട്ടിൽ നിന്ന് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഉമ്മ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യും. ഇങ്ങനത്തെ കവർ ചെയ്യുന്നത് ഞാനും എൻ്റെ ട്വിൻ സിസ്റ്ററും കൂടിയാണ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വിട്ടു പോകും. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറുതും കുറച്ച് വലുതും പിന്നെ കുറച്ച് മൂത്താളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഓയിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ചിട്ട് മാത്രം ഉണ്ടാക്കുക. കൂടുതൽ ഉണ്ടാക്കി വേസ്റ്റാക്കി കളയരുത്, കാരണം അതിൻ്റെ ദോഷം എനിക്കും കൂടിയാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓയിൽ കുടിക്കും. ഇത് എടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് നമുക്ക് സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു.